ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഒരു വ്യക്തി ചില നിലപാടുകൾ എടുക്കുന്നത് അദ്ദേഹം ജീവിക്കുന്ന ചുറ്റുപാടുകൾ കൂടി അനുസൃതമായിട്ടാണ്. അദ്ദേഹം ജീവിക്കുന്ന ഈരാറ്റുപേട്ട എന്ന സ്ഥലം ഇന്ന് എങ്ങനെയാണ് അവിടുത്തെ ഒരു സോഷ്യൽ ഫാബ്രിക് എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിച്ചു പോകണം. 90% മുസ്ലിം ജനവിഭാഗം അധിവസിക്കുന്ന ഒരിടം. അവിടെ നിന്ന് 33 വർഷം ആ ജനതയെ പ്രതിനിധാനം ചെയ്ത PC ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PC ജോർജ് അവിടെ പരാജയപ്പെടുകയാണ്. 27,000 വോട്ടുകൾ അവിടെ സമാഹരിക്കപ്പെട്ടു. SDPI നേതാവ് തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറയുകയാണ്, ഇത് ഞങ്ങളുടെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്ന്. അങ്ങനെ ഒരു വല്ലാത്ത സാമൂഹ്യ ക്രമത്തിലൂടെ ഈരാറ്റുപേട്ട കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ഈ വാക്കുകൾ പറയിപ്പിച്ചതും അവിടുത്തെ ഒരു സാമൂഹിക ഘടന തന്നെയാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിലവിലെ ഈ വിഷയങ്ങൾ അത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ നമ്മളുടെ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു വിഷയവും അതോടൊപ്പം തന്നെ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലും അത് എത്രത്തോളം നമ്മൾ അതിനകത്ത് കമ്മിറ്റഡ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു റിവിഷൻ, അതിനുള്ളൊരു അവസരമായിട്ടാണ് ഞാൻ ഈ ഒരു ഘട്ടത്തെ കാണുന്നത്. കാരണം ഇത് ആദ്യമായിട്ടല്ല. ഇവിടെ പറയുണ്ടായി PC ജോർജ് പറഞ്ഞ വിഷയവും അദ്ദേഹം അതല്ല ഉദ്ദേശിച്ചത്, വേറെ എന്തോ ആണ് ഉദ്ദേശിച്ചത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PC ജോർജ് എന്താ പറഞ്ഞെന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാവണമല്ലോ PC ജോർജ് തന്നെ ആ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ഒരു ക്ഷമാപണം നടത്തുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അത് അവിടെ തീരേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ആ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല, അതല്ലെങ്കിൽ അത് അതിനപ്പുറത്തേക്ക് പോയി. ഇനി അഥവാ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് ഒരു വിരാമം വേണം, അതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇത് എന്തെങ്കിലും ശരിക്കും ഇതിനകത്ത് പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിച്ച് മുന്നോട്ട് പോകാനുള്ള നിയമ സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, നിയമത്തിൻ്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. അതായത് റൂൾ ഓഫ് ലോ തന്നെയാണ് നമ്മളെപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഇവിടെ പലപ്പോഴും നമ്മളുടെ പോലീസ് സംവിധാനങ്ങളായാലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളായാലും അത് ചില ഘട്ടങ്ങളിൽ പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ആരോപണം അത് നമ്മൾ പറയാറുണ്ട്. അത് ഇവിടെയും വ്യക്തമാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുന്ന സമയത്ത് ഇപ്പോൾ ആളുകൾ പറയും പിണറായിയുടെ പോലീസ് വേട്ടയാടി എന്നാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പല ആളുകളും പറയുന്നതായിട്ട് കേൾക്കുന്നത്. ചില സമയങ്ങളിൽ ഇവിടെ മറ്റു ചില കേസ് അതിൻ്റെ വിസ്താരം നടത്തി അതിൽ പ്രതികൾ വെറുതെ വിടുന്നത്. ഇപ്പോൾ റിയാസ് മൗലവിയുടെ ഒരു വിഷയം വന്ന സമയത്ത് ഇവിടെ നമ്മൾ കേട്ട എന്താണ്, പിണറായിയുടെ പോലീസും ഇപ്പോൾ BJP ആയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറഞ്ഞാൽ അതിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നുകിൽ അത് ഇടതുവൽക്കരിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നിൽക്കണം, അതല്ല വലതുവൽക്കരിക്കപ്പെട്ടു എന്നാണെങ്കിൽ അത് അങ്ങനെ നിൽക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ആ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം ഞാനിവിടെ അതും പറയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പോപ്പുലിസം, അതിനനുസരിച്ചിട്ട് നിയമങ്ങൾ പറയുക, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളൊരു രീതിയിലേക്ക് ഇവിടുത്തെ പോലീസും ആ സംവിധാനങ്ങളും നീങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് ഒരു പുനർവിചിന്തനം നടത്തേണ്ട ഒരു ഘട്ടമാണ് എന്നാണ് ഞാൻ പറയുക. അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളും ഇപ്പം ഈ വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പം ഇതിന് തൊട്ടും കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്ന ഒരു വിഷയം, നുപൂർ ശർമ്മയുടെ വിഷയം, അവിടെ ആ ഒരു സംഗതി നമ്മൾ എടുത്തൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും അവാസ്തവമായ കാര്യമുണ്ടോ? ഇതാണ് നമ്മൾ ഒന്ന് അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ PC ജോർജ് പറഞ്ഞതിൽ ഇപ്പം ഞാൻ ആവർത്തിച്ച് കേട്ടതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവരുണ്ടായതിൻ്റെ ചരിത്രവും അത് നിങ്ങൾക്ക് അത്രയും കൂറ് പാകിസ്ഥാനോടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണം എന്ന് പറയുന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നു. അത് വീണ്ടും കേട്ട് കഴിയുമ്പോൾ അത് മുസ്ലിങ്ങളോട് മൊത്തം പറഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അത് അങ്ങനെയും വേണമെങ്കിൽ അതിനെ കൺസ്ട്രൂ ചെയ്തെടുക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുമാണ്. ഇനി അതിനപ്പുറത്തേക്ക് ഈ ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുന്ന സമയത്ത് അതിൽ ജയിച്ചു കഴിയുമ്പോൾ അതിനകത്ത് പാകിസ്ഥാന് ജയ് വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതി, ഇതെല്ലാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അത് അവർ ജയിച്ചു കഴിയുമ്പോൾ ഇവിടെ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ പല വിഷയങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജയിക്കുന്നത് ആഘോഷിക്കുന്നതും പടക്കം പൊട്ടിക്കുന്ന ഒരു വലിയ വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷയമല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഫുട്ബോൾ കളി നടക്കുന്ന സമയത്ത് നമ്മൾ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ തീരേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഈ സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം അത് കളി എന്നതിനേക്കാൾ ഉപരി, അതിനകത്ത് ഇപ്പോൾ അഫ്രീദി കളിച്ചതിൻ്റെ മേന്മയേക്കാൾ ഉപരി അവിടെ ആ രാജ്യം പ്രതിദാനം ചെയ്യുന്ന മതത്തോടുള്ളൊരു
ഒരു കൂറായി മാറുമ്പോഴാണ് അതിനകത്തൊരു വർഗീയത വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അത് പാടില്ല, അതൊരു പ്രശ്നമായിട്ട്, അതല്ലെങ്കിൽ മറ്റൊരു വലിയ വിഷയത്തിൻ്റെ ഒരു സിഗ്നലായിട്ട് നമുക്ക് അതിനെ കാണേണ്ടി വരുന്നത്. അതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിച്ചത് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്തായിരിക്കും? കാരണം അവനെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ ബേസിസിലല്ല. ഇപ്പോൾ നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് പാകിസ്ഥാൻ കളി നടക്കുന്ന സമയത്ത്, ഇപ്പോൾ പാകിസ്ഥാനും ഓസ്ട്രേലിയയും കൂടി കളി നടക്കുന്ന സമയത്ത് നമ്മൾ പാകിസ്ഥാനും കൂടെ നിന്നിട്ടുണ്ട്. അതെന്താണ് കാരണം? നമുക്ക് അതിനകത്ത് കുറേ ഇഷ്ടപ്പെട്ട കളിക്കാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിൽ കളി നടക്കുമ്പോൾ നമ്മൾ ന്യൂസിലാൻഡിൻ്റെ ഒപ്പമല്ല നിന്നിട്ടുള്ളത്, പാകിസ്ഥാനൊപ്പം. പക്ഷേ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും കൂടി കളി നടക്കുന്ന സമയത്ത് നമ്മൾ അന്ന് നിന്നത് ഇന്ത്യയുടെ കൂടെയാണ്. കാരണം എന്താണ്? അവിടെ നമ്മളുടെ മനസ്സിൽ മതം എന്നുള്ളതിനേക്കാൾ ഉപരി ദേശം, നമ്മളുടെ നാട് എന്നുള്ളൊരു ചിന്ത, നമ്മളുടെ നാട് എന്നൊരു ചിന്ത വെക്കുന്നത് അത്ര വലിയൊരു മോശം കാര്യമാണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. അത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടാമതൊന്നും ചിന്തിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോടും നമ്മളുടെ പഞ്ചായത്തിനോടും നമ്മളുടെ ചുറ്റുമതിലിനുള്ള സ്ഥലത്തിനകത്തും മുതൽ അവിടുന്ന് അങ്ങോട്ട് ജില്ലയോടും സംസ്ഥാനത്തോടും രാജ്യത്തോടും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം നമുക്ക് മികച്ചതാക്കാനുള്ള പ്രവൃത്തിയിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു പഞ്ചായത്ത് സ്നേഹം നമുക്ക് വേണം. അത് ദേശസ്നേഹം എന്ന് വിളിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടാവുക. ഞാൻ അതിനെ പഞ്ചായത്ത് സ്നേഹം എന്നാണ് ഞാൻ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്ന് തന്നെയാണ് ഞാൻ പറയാം. അപ്പോൾ ആ ഒരു സാധനത്തിന് പകരം അത് ഒരു മതസ്നേഹമായിട്ട് മാറുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ആണല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടല്ലോ. ഇതല്ലേ PC ജോർജ് പറയുന്നത്? ആണ്. അപ്പോൾ അത് പറയുമ്പോൾ അത് അവിടെ ഒരു വിഷയം ഉണ്ട്. അപ്പോൾ നുപുർ ശർമ്മ പറഞ്ഞ എന്താണ്? ഹദീസിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഹദീസിലുള്ള കാര്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരെ വേട്ടയാടി. ആ വേട്ടയാടുന്നതിൽ കൂട്ടുനിന്നത് ആരാണ്? അന്ന് BJP അടക്കം നുപുർ ശർമ്മയെ ബക്കറ്റോട് കൂടി പുറത്തേക്ക് എറിയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവരെ തിന്നാനിട്ട് കൊടുത്തു. ആ പേരും പറഞ്ഞുകൊണ്ട് എത്ര ആളുകൾ ഇവിടെ കൊന്നുതള്ളുന്ന അവസ്ഥ ഉണ്ടായി. അവരെ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെ, അവരെ വെട്ടിയും കൊല്ലാനും വേണ്ടിയിട്ട് ആഹ്വാനം നടത്തുന്നത് ഉൾപ്പെടെ. കനയ്യ ലാൽ എന്ന് പറയുന്ന ആൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. ആ 2 ടൈലറായിട്ടുള്ള അദ്ദേഹം തുണി കഴുത്തറുക്കാണ് കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് തുല്യ പങ്ക് എല്ലാവർക്കും ഉണ്ട്. BJPക്ക് പങ്കുണ്ട്. ഈ വിഷയം ഇതുപോലെ ഒരു കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ BJPക്ക് പങ്കുണ്ട്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് പങ്കുണ്ട്. സംവിധാനത്തിന് പങ്കുണ്ട്. അതുപോലെ ഇതെല്ലാം ഏത് വിഷയം കിട്ടിക്കഴിഞ്ഞാലും ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് കുത്തിത്തിരികൊണ്ട് ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നതിൽ പങ്കുള്ള ആളുകൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. എന്നാൽ ഞാൻ ഇതിനകത്ത് പറയുന്നത് ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്രീനിങ് ഇതിനകത്ത് വെക്കുക എന്നുള്ളതാണ്. അത് ആർക്കും ബാധകമാണ്. ഇത് ഫ്രീ സ്പീച്ചിന്റെ ഇതിൽ വരുന്നതാണ്. പറയുന്നതിൽ ഒരു വാലിഡിറ്റി ഉണ്ടോ? ഇത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഫ്രീ സ്പീച്ചിന്റെ ആ ഒരു ലിമിറ്റിനകത്ത് നിന്നിട്ടുള്ളത് തന്നെയാണോ? ഒരു നെസസറി ഒരു റെസ്ട്രിക്ഷൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. മൊറാലിറ്റി, അതുപോലെ പബ്ലിക് ഓർഡർ, അതുകൂടാതെ അതിനകത്തൊരു ഇൻസൈറ്റ്മെന്റ് ഓഫ് വയലൻസ് ഇല്ല എന്നുള്ളതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ അത് പറയുന്നതിന് എന്താ തടസ്സമുള്ളത്? ഇത് പറയാൻ നമുക്ക് സാധിക്കണ്ടേ? അപ്പം നമ്മൾ പറയുന്നത് ഫ്രീ സ്പീച്ചും സെക്യുലറിസവും നമ്മൾ പറയുന്ന സമയത്ത് അത് ചില മതങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ മാത്രം അവിടെ ഒരു ഇംബാലൻസ് നമുക്കവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതൊരു തെറ്റായ പ്രവണതയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് ഒരു മതത്തിന് അവരുടെ വർഗീയതയായാലും അവരുടെ രീതികളായാലും അതൊരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മേലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ സംഗതികളെ എതിർക്കുക എന്ന് പറയുന്നത് വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന വിഷയമായിട്ട് മാറുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വഖഫ് നിയമത്തിനെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭം SDPIയുടെയാണ്. അതിനകത്ത് അവർ പച്ചയ്ക്ക് പറയാണ്, നിങ്ങളിത് ഇങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ട്, 1921 ആവർത്തിക്കുമെന്നുള്ള ഒരു ധ്വനിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്താണ് 1901 ആവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹിന്ദുക്കളെ കൊന്നുതള്ളും എന്നാണോ അതിൻ്റെ അർത്ഥം? ഇത് മനസ്സിലാക്കാൻ എന്താ അത്ര വലിയ ബുദ്ധിമുട്ട്? അതേകൂടാതെ ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഇതേ മുസ്ലിം സംഘടനകൾ തന്നെയല്ലേ പറഞ്ഞത്, ഞങ്ങൾ 1921 യുദ്ധം കഴിഞ്ഞിട്ട് ആ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നാണ് അവരന്ന് പറഞ്ഞത്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്നുവെച്ചാൽ ആ ലഹളയും അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഇനിയും ഉണ്ടാക്കാം. ഇതൊക്കെ പബ്ലിക് ഒരു ഫ്രീ സ്പീച്ചിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന്റെ നെസസറി റെസ്ട്രിക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കോൾ ഫോർ വയലൻസ് അല്ലേ? ഇവിടെ ആരെങ്കിലും നമ്മൾ പോലീസ് ആക്ട് ചെയ്തോ? നമ്മൾ ഇവിടുത്തെ BJP പോലും ഈ സാധനത്തെ പൊളിറ്റിസൈസ് ചെയ്യാനെങ്കിലും മുന്നോട്ട് വന്നോ? ഇല്ല. ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് നാഷണൽ സെക്യൂരിറ്റീനെ അറിയിച്ച് അതിനുവേണ്ട നടപടി ഇവിടെ എടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മളുടെ വിഷയം യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അനാവശ്യമായിട്ട് കരുതേണ്ട കാര്യങ്ങളെ അതിന് അനാവശ്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ ഇതുപോലെ ഉന്തിയും തള്ളിയും പൊളിറ്റിസൈസ് ചെയ്ത് ഇത് വലിയ വിഷയമാക്കി മാറ്റുമ്പോൾ കുഴിച്ചു മൂടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഉയർത്തി വെക്കേണ്ട വിഷയങ്ങളാണ്. അത് ഫ്രീ സ്പീച്ചാണ്. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ പ്രധാനമായിട്ടൊരു വിഷയം കണ്ടു. ഇപ്പോൾ രൺവീർ അലഹാബാദിയ എന്തെല്ലാം
കോലാഹലങ്ങളാണ് ആ ഒരു വാദത്തിന്റെ പിന്നിൽ നമ്മൾ കണ്ടത്. പറയുന്നതിൽ തെറ്റുണ്ട്, ആള് അതിനകത്ത് ഒരു മാപ്പും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാൾക്ക് ഒരു ബോധ്യപ്പെട്ടു എന്ന് വെച്ചാൽ അവിടെ തീരേണ്ട വിഷയമുള്ളൂ. പക്ഷെ അയാളെ വേട്ടയാടുന്നു, അയാളുടെ അമ്മയ്ക്ക് ക്ലിനിക്കിൽ പോകാൻ പറ്റുന്നില്ല, ആ ക്ലിനിക്കിലേക്ക് ആളുകൾ വന്ന് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ. ഇത് നുപുർ ശർമ്മയുടെ വിഷയമായാലും എല്ലാത്തിലും നമ്മൾ കാണുന്ന ഒരു കോമൺ ഫാക്ടറായിട്ട് മാറാണ്. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ തരത്തിലുള്ള വിഷയങ്ങൾ അൺഡ്യൂ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു ഡോക്ടർ ആരിഫ് എന്നതാണ് ഹുസൈൻ അങ്ങ് പറഞ്ഞു വെക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ മാത്രം ചില പ്രശ്നങ്ങൾ ഉയരുമ്പോൾ അത് വലിയ വിഷയമായി വരുന്നു, മറ്റ് വിഷയങ്ങളെല്ലാം അങ്ങനെ കണ്ണടച്ച് പോകുകയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ.